ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ചിക്കൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലീസാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുമ്പോൾ കാശ്മീരി ചില്ലീസ് ആണെങ്കിൽ 15 എണ്ണം എടുക്കുക. മറ്റേ സാധാരണ നമ്മൾ ഉണക്കമുളകാണെങ്കിൽ അത് എത്ര അധികം എടുക്കാൻ പാടില്ല, നമ്മൾ എരിവിനനുസരിച്ച് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. കാശ്മീരി ചില്ലി എരിവില്ലാത്ത നമുക്ക് എത്ര എടുത്താലും അത്ര എരിവ് ഉണ്ടാവില്ല. ഞാനിവിടെ 15 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം, അതായത് ഒരു കപ്പ്, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സുർക്ക വിനാഗിരി ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക. കുറച്ച് നേരം ഒന്ന് നമുക്കിത് അരച്ചെടുക്കേണ്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 900 ഗ്രാമിൻ്റെ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. സ്കിന്നില്ലാണ്ട് എടുത്താലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുതൽ സ്കിന്നുള്ളതായിരിക്കും. അപ്പോൾ ചിക്കൻ കഴുകാനായിട്ട് ഇവിടെ ഒരാൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നല്ല വൃത്തിയിൽ ചിക്കൻ കഴുകി തരും. പിന്നെ ഉള്ളി നന്നാക്കാനായിട്ട് നമുക്ക് 2 ഹെൽപ്പർ ഉണ്ട്, 2 ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് പേരെന്താ? ഫൈഹാഫവലും എൻ്റെ ഹെൽപ്പേഴ്സാണ്. ഹെൽപ്പേഴ്സ് മൂന്നാമത്തെ ഹെൽപ്പർ റബ്ബർ ബാൻഡ് ഇട്ടണം. ഞാൻ നോക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് ഫൈഹയും അക്കുലും ഒക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഫാവൽക്കയും വന്ന് ഹെൽപ്പ് ചെയ്യും. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു രസമാണ്. കുറേ കളിയും തമാശയൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഒരു വ്ളോഗാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തത്. വ്ളോഗായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ചിക്കൻ്റെ റെസിപ്പി മാത്രമാകുമ്പോൾ അതൊരു വ്ളോഗാവില്ലല്ലോ എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഒരാൾ തന്നെ ഫൈഹ പൊതുവെ എനിക്ക് എന്തുണ്ടാക്കുമ്പോഴും സഹായിച്ചു തരാറുണ്ട് കേട്ടോ. വെളുത്തുള്ളി ആയാലും ഉള്ളിയൊക്കെ ആയാലും നല്ല ക്ലീനാക്കി തോലളഞ്ഞ് തരാറുണ്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ തോലളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഉള്ളി നമ്മൾ കുറച്ചധികം വേണുണ്ട്, ഒരു 10-20 എണ്ണമൊക്കെ ഉണ്ടായാൽ അത്രയും നല്ലതാണ്. കാരണം ഇതിൽ സവാളൊന്നും നമ്മൾ ചേർക്കണില്ല, ഉള്ളിയുടെ ഒരു ഫ്ലേവറാണ് കൂടുതലുണ്ടാവുക. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കണം. മുഴുവനായിട്ടൊരു തക്കാളി ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ. മറ്റേത് 2 ടേബിൾ സ്പൂണാണ്, ഇത് ടീസ്പൂണാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ആവശ്യമുണ്ട് കേട്ടോ. ഒരു കൈപ്പിടി മല്ലിയില, കുറച്ച് മല്ലിയില ആവശ്യമുണ്ട്. അപ്പോൾ മല്ലിയില ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ നാൾ കേടാണ്ടിരിക്കും. ഇപ്പോൾ ഒരാഴ്ചത്തെ മല്ലിയിലാണ്, ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച മുളകാണിത്, കാശ്മീരി മുളകാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഒഴിക്കും. എല്ലാം കൂടി തിക്കായ പരഞ്ഞ് കിട്ടാമെന്നൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ ഈ ചോപ്പറായതുകൊണ്ട് നമുക്ക് സുഖമായി ക്രഷായി കിട്ടും, എന്നുവെച്ചാൽ അരഞ്ഞ് കിട്ടും കേട്ടോ. നല്ലോണം ഇതിൽ നല്ലോണം അരഞ്ഞ് കിട്ടും. നമ്മളെ മിക്സിയിലാണെങ്കിൽ കറക്റ്റ് ശരിക്കും അരയേയില്ല. എത്ര ക്വാണ്ടിറ്റി, ചെറിയൊരു ജാറാണ് കേട്ടോ എൻ്റെ. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി കൊള്ളില്ല. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഒരു ഇതെടുത്തത്. നിങ്ങൾ മിക്സിയിലായാലും ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. നേരത്തെ ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഇത് അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ നല്ലോണം ഇതുപോലെ ഒന്ന് കുത്തി കീറി കൊടുക്കുക. വരയണ്ട, ഇങ്ങനെ കുത്തി കീറി കൊടുക്കുക. മസാല ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ കത്തി ഉപയോഗിച്ചിട്ട് നല്ലോണം ചിക്കനും അങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് വരയണ്ട, അപ്പോൾ തൊലിയൊക്കെ അങ്ങോട്ട്, സ്കിന്നൊക്കെ അങ്ങോട്ട് റിമൂവ് ആയി പോകും. അപ്പോൾ ഈ മസാലയിൽ കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ചിക്കനിൽ നല്ലോണം പുരട്ടി കൊടുക്കാം. ചിക്കൻ ഈ മസാലയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. ചിലപ്പോൾ ഒരുപാട് പേരൊക്കെ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കിയവർക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്.
അപ്പോൾ ഇത് നല്ലോണം അങ്ങനെ പൊത്തി കൊടുക്കുക ചിക്കനുമ്മൽ. ഒറ്റെങ്കിലും ഒരു 1-2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഈ മസാല ഒക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കും. 1 മണിക്കൂർ മിനിമം എന്തായാലും വെക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കുക്കറിലേക്ക് ഇത് ഡയറക്റ്റ് ഈ മസാല പറ്റിച്ച ചിക്കൻ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന മസാല ഈ കുക്കറിൽ തന്നെ ചിക്കൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും വരുത്തണം. അപ്പോൾ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു അവിഞ്ഞ ലുക്ക് തോന്നുമെങ്കിലും ഇനിയാണ് നമ്മളെ പ്രിപ്പറേഷൻസ് ഇരിക്കുന്നത്. അതായത് ഒരു ഫൈനൽ പ്രിപ്പറേഷൻസ് ചെയ്താലേ ഇത് ടേസ്റ്റി ആവുള്ളൂ കേട്ടോ. ഇങ്ങനെ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിനി അടുത്ത ഫൈനൽ പ്രോസസ്സായിട്ട് നമുക്ക് ഒരു നല്ലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതായത് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ആ ഓയിലിലേക്ക് ചിക്കൻ മാത്രം, അതിൽ നിന്ന് മസാല ഇല്ലാണ്ട് ചിക്കൻ മാത്രം എടുത്തിട്ടൊന്ന് 2 ഭാഗം ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പുറം ഒന്ന് മൊരിയിച്ചെടുത്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി നമ്മൾ മസാല കുക്കറിൽ ഇനിയും ഉണ്ടാവും, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഓയിലിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും നമ്മളെ മസാലയിലത്തെ വെള്ളമൊക്കെ കൂടി നല്ലോണം വെള്ളം ഉണ്ടാവും. ഈ വെള്ളം നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ വെള്ളം വറ്റുന്ന കാത്ത് നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം നല്ലോണം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി വറ്റിച്ചെടുക്കുക. ഓരോ സൈഡ് മറിച്ചിടുമ്പോഴും നമ്മൾ നല്ലോണം മസാല അതിൻ്റെ മേലേക്ക് പരട്ടി കൊടുക്കുക. കാരണം ചിക്കനിൽ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഓയിൽ തെളിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ ഇതിങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കണം. അതുവരെ നമ്മൾ ഉടയാണ്ട് ചിക്കൻ അത്യാവശ്യം വെന്തുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഹോൾ ചിക്കൻ ആവണമെങ്കിൽ കേട്ടോ. ഹോൾ ചിക്കൻ ആകുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എണ്ണ തെളിയുന്ന രീതിയിൽ എല്ലാ മസാല വെള്ളമൊക്കെ വറ്റി ശരിക്ക് ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫൈനൽ സ്റ്റേജ് നമ്മൾ വിളമ്പണ സമയത്തും ഈ മസാല നല്ലോണം ചിക്കനുമേ ഇതാക്കി കൊടുക്കുക. ഈ ഗ്രേവി തന്നെ ഇങ്ങനെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ചിക്കനും ഗ്രേവിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വേണം വിളമ്പാനായിട്ട്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.